ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് ന്യൂസ് കണ്ട്. രണ്ട് ന്യൂസിലും എന്താ പറയുക, ഒന്നിൽ പറയുന്നത് കേന്ദ്രം ഫണ്ടൊന്നും അനുവദിക്കുന്നില്ലെന്നാണ്. അത് ഒരു കേരള കൗമുദി എന്ന് പറഞ്ഞ ഒരു ന്യൂസിലാണ് കണ്ടത്. അതേമാതിരി ജന്മഭൂമി കണ്ടു, കേരളത്തിന് അനുവദിച്ച ഫണ്ട് കേരളത്തിൽ നിന്ന് എന്താ വകമാറ്റി ചിലവഴിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അതിലേതാണ് സത്യമെന്ന് നമുക്കറിയില്ല. നിലവിൽ നമ്മൾ റിപ്പോർട്ടൊക്കെ നോക്കുമ്പോൾ ഗുജറാത്തിനൊക്കെ കൊടുക്കാൻ ഫണ്ട് ഇത്ര ലക്ഷം ഇത്ര കോടി കൊടുക്കാനുണ്ടെന്നൊക്കെ പറയുന്നത്. തൊഴിലുറപ്പ് 3 മാസമായിട്ട് കൂലിയില്ല. ബാക്കിയുള്ള സ്റ്റേറ്റിലൊക്കെ ഒരേപോലെയാണ് പോകുന്നത്. അപ്പം ജന്മഭൂമി പറഞ്ഞ വാർത്തയാണോ സത്യം, അല്ലെങ്കിൽ ഈ കേരള കൗമുദി എന്ന് പറയുന്ന പത്രത്തിൽ പറയുന്ന കാര്യമാണോ സത്യം എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ ധാരണയില്ല. പക്ഷേ അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, കേന്ദ്ര സർക്കാരാണ് തൊഴിലുറപ്പ് തൊഴിലാളികളെ 100% ഫണ്ട് അനുവദിക്കുന്നുണ്ടെന്ന് ജന്മഭൂമി പറഞ്ഞിട്ട് അത് തെറ്റാണ്. തൊഴിലാളികളുടെ കൂലിയിൽ 100% എന്താ പറയുക, കേന്ദ്രം അല്ല അനുവദിക്കുന്നത്, 90% മാത്രമേ ഉള്ളൂ. 10% നിലവിൽ അതായത് സംസ്ഥാന സർക്കാരുകളാണ് നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ മാത്രം ചെറിയൊരു മാറ്റമുണ്ട്. ബാക്കിയുള്ള കാര്യം നമുക്കറിയില്ല. എന്നാലും നിലവിൽ തൊഴിലുറപ്പ് കൂലിയൊക്കെ ബാക്കിയുള്ള സ്റ്റേറ്റിനൊക്കെ ഇപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പല സ്റ്റേറ്റിനും ആന്ധ്ര, തെലുങ്കാന പോലെയുള്ള സ്റ്റേറ്റുകൾക്കാണ് ആദ്യം നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ തൊഴിലുറപ്പിൻ്റെ കൂലി എല്ലാവരിലേക്കും എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. എത്ര ദിവസം എടുക്കുമെന്ന് നമുക്കറിയില്ല. എന്നിരുന്നാൽ പോലും ഈ രണ്ടാഴ്ചൻ്റെ ഉള്ളിലായിട്ട് കൂലി ഒരു കുറഞ്ഞ ശതമാനമെങ്കിലും കൂലി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് എത്തും എന്ന് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ജന്മഭൂമി എന്താ പറയുക, കേരള കൗമുദിയിൽ വന്ന വാർത്ത ഞാൻ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വായിക്കുന്നത്. ഈ വാർത്തകളൊക്കെ പലരും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവല്ലോ, അതുകൊണ്ട് മാത്രം പറയുന്നുള്ളൂ. കുടിശ്ശിയുള്ളത് 2025 ഒക്ടോബർ 20 മുതൽ 2026 മാർച്ച് 9 വരെയുള്ള കൂലി. ഇതിൽ ഒക്ടോബർ വരെ മുതലുള്ളതെന്ന് ചെറിയ മാറ്റം ഉണ്ടെന്നുണ്ട്. എൻ്റെ അറിവിൽ ജനുവരി മുതൽ ഇങ്ങോട്ടുള്ള കൂലിയാണ് ലഭിക്കാനുള്ളത്. പിന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒരു ദിവസത്തെ വേതനം 369 രൂപയാണ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ 75,740 കുടുംബങ്ങളിൽ നിന്നായി 83,577 തൊഴിലാളികളാണ് പന്തിയിൽ ജോലി ചെയ്തത്. ഈ കാലയളവിൽ 40,26,894 തൊഴിൽ ദിനങ്ങളാണ് നൽകിയത്. ചുരുങ്ങിയത് 9,839 കുടുംബങ്ങൾ വരും. അപ്പോൾ ഇതിൽ ഇത്ര കോടി കിട്ടാനുണ്ടെന്നാണ്, 260 കോടിയോളം കിട്ടാനുണ്ടെന്നാണ് പറയുന്നത്. മെറ്റീരിയൽ സാധന ഘടകങ്ങളുടെ ഇനത്തിലാണ്, സാധന സാമഗ്രികളുടെ ഇനത്തിൽ കണക്കുപഴം 15% തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനം ലഭിച്ചിട്ട് കേന്ദ്രം 695 കോടി രൂപയാണ്. അതായത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി നിലവിൽ പെൻഡിങ് ഉള്ളതാണെന്നാണ് കാണിക്കുന്നത്. 695 കോടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഉദ്ദേശിക്കുക എത്രത്തോളം കോടിയാണ്. ഈ കണക്കിലാണ് ഇപ്പോൾ പ്രയാസം വന്നിരിക്കുന്നത്. അതായത് ഇതിൻ്റെ 695 കോടി എന്ന് പറയുന്നത് നിലവിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി 90% കേന്ദ്രം എടുക്കുമ്പോഴാണ് 695 കോടിയോളം രൂപ ഇപ്പം നിലവിൽ കുറഞ്ഞ കാലയളവായിട്ടുള്ളൂ പെൻഡിങ് വരുന്നത്. ജനുവരി മുതലുള്ള ഇങ്ങോട്ടുള്ള പെൻഡിങ് ആണ് ഈ കാണിക്കുന്നത്. അപ്പം മാർച്ച് മുതലുള്ള അടുത്ത എന്താ പറയുക, വിബിജി റാംജി എന്ന് പറയുന്ന പദ്ധതിയിൽ നിലവിൽ 40% അതായത് സംസ്ഥാന സർക്കാർ എടുക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ അത് കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വീതത്തിലൊക്കെ മാറ്റം വരുത്താം. അപ്പോൾ അതുകൊണ്ട് എന്തായാലും കേരളത്തിന് 40% എടുക്കേണ്ടി വരും എന്നുള്ള കാര്യം നമുക്കിപ്പോഴേ ഉറപ്പിക്കാം. അപ്പോൾ ബാക്കി അവർക്ക് ഇഷ്ടപ്പെട്ട സംസ്ഥാനത്തിന് കേന്ദ്രം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ മതിയും. ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ 60-40, 60% കേന്ദ്രവും 40% കേരളം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ പുതിയ പദ്ധതി നിലവിൽ എത്രയും പെട്ടെന്ന് പ്രാബല്യത്തിൽ വരുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ പ്രാബല്യത്തിൽ വന്നാൽ ഇപ്പം നിലവിൽ ഇങ്ങനെ പെൻഡിങ് ആണ്, ഇനി മുന്നോട്ട് എങ്ങനെ ആവും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി കേരള സർക്കാർ 1000 കോടി ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്, അധികം വകയിരുത്തിയിട്ടുണ്ട് 1000 കോടി. അപ്പോൾ അത് നിലവിൽ 1000 കോടി മതിയാവില്ല, ഒരു 1800 കോടിയോളം വേണ്ടി വരും എന്നാണ് ഇത് നമുക്ക് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് അടുത്ത ബജറ്റിലൊക്കെ അതിൻ്റെ അധികം വകയിരുത്തുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. പുതിയ പദ്ധതി മാറിയാൽ ഉടനെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഉപകാരപ്പെടും. നിലവിൽ തൊഴിലുറപ്പ് ദിനങ്ങളും എണ്ണം കൂടും, 125 ആക്കും. അതേമാതിരി തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അവരുടെ കൂലിയിൽ വർധനവ് ഉണ്ടാവുമെന്നാണ് ഇപ്പോഴും നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ നിലവിലെ പദ്ധതിയിൽ ഇത്രത്തോളമാണ് മാറ്റം വരുന്നത്. അപ്പോൾ എങ്ങനെ പോകുമെന്ന് അറിയില്ല, തൊഴിലുറപ്പ് പദ്ധതി എത്രത്തോളം ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും തൊഴിലുറപ്പ് പ്രവൃത്തികൾ എല്ലാവരും നല്ല രീതിയിൽ കൊണ്ടുപോവുക.
തൊഴിലുറപ്പ് പ്രവർത്തികളെ ഇപ്പോൾ ഇറങ്ങിയാൽ എന്താ പറയുക, നിലവിൽ ഏപ്രിൽ കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ ഫണ്ടുകൾ ഫസ്റ്റ് ഇറങ്ങുന്നവർക്കൊക്കെ വേഗം കിട്ടിയെടുത്തിട്ടുണ്ട്. ഡിസംബർ ജനുവരി മുതലുള്ള മാത്രമാണ് പെൻഡിങ് ആയത്. അത് നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെയാണ് പെൻഡിങ് ആയത്. അപ്പോൾ അതുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ എത്രയും നേരത്തെ ഇറങ്ങി അവരുടെ തൊഴിൽ ദിനങ്ങളൊക്കെ കൈവരിക്കുക. ഇപ്പോൾ പല പഞ്ചായത്തിലും എസ്റ്റിമേറ്റ് ഒന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. നമ്മളെ താഴെ കുറേ കമൻറ്റ് വരുന്നുണ്ട്, ഏത് പഞ്ചായത്തിലാണ് തുടങ്ങിയെന്നൊക്കെ ചോദിച്ചിട്ട്. ചില പഞ്ചായത്തുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തു നോക്കാവുന്നതാണ് എവിടെയൊക്കെ ആണ് തുടങ്ങിയത് എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ തൊഴിലുറപ്പ് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.